നമ്മുടെ വിൻഡോസിന്റെ ഒക്കെ സിസ്റ്റത്തിൽ ഒരു നെറ്റ്വർക്ക് ഷെയറിംഗ് ഒക്കെ ചെയ്യുന്നത് നമ്മൾ കൺട്രോൾ പാനലിൽ പോകണം. കൺട്രോൾ പാനലിൽ പോയിട്ട് അവിടെ അതിന്റെ സെറ്റിംഗ്സ് കയറിയിട്ടാണ് നമ്മൾ ഷെയറിംഗ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കൺട്രോൾ പാനലിലുള്ള 250 സർവീസ് ഒരുമിച്ച് ലിസ്റ്റ് ചെയ്യുന്ന ഒരു മോഡാണ് ഗോഡ് മോഡ്. ഈ ഒരു മോഡിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് കൺട്രോൾ പാനലിൽ പോയി കഴിയുമ്പോഴത്തേക്ക് നെറ്റ്വർക്ക് ഷെയറിംഗ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് ആൻഡ് ഷെയറിംഗ് എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അതിനകത്ത് കുറെ സെറ്റിംഗ്സ് ആയി. അതിന് പകരം ഗോഡ് മോഡ് നമ്മൾ ഒരു ഡെസ്ക്ടോപ്പിൽ ഇട്ട് വെക്കുമ്പോഴത്തേക്ക് അതെന്ത് ചെയ്യും, ഫുൾ ലിസ്റ്റ് കാണിച്ചു തരും. നെറ്റ്വർക്ക് ഷെയറിംഗിന്റെ സർവീസ് എന്ന് വെച്ചാൽ അതിന്റെ ഫുൾ ലിസ്റ്റ് കാണിച്ചു തരും. അപ്പൊ അതെങ്ങനെ ചെയ്യുന്നത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മുടെ സിസ്റ്റത്തിന്റെ ഡെസ്ക്ടോപ്പിൽ വന്നിട്ട് ന്യൂ ഫോൾഡർ കൊടുക്കുക. അവിടെ ന്യൂ കൊടുത്ത് നമ്മൾ ന്യൂ ഫോൾഡർ ക്രിയേറ്റ് ചെയ്തില്ല. ന്യൂ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവിടുത്തെ നെയിം മാറ്റുക. ഒരു സ്ക്രീൻ കാണിച്ചേക്കുന്ന ആ ഒരു പേര് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മതി. ഫുൾ ലിസ്റ്റ് നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ കൺട്രോൾ പാനലുള്ള ഫുൾ ലിസ്റ്റുകൾ. ഇപ്പം ടൈം ആൻഡ് ഇതിൻ്റെ പിന്നെ അതേപോലെ നെറ്റ്വർക്ക് ഓരോ സർവീസിൻ്റെയും റൈറ്റ് സൈഡ് ആകേണ്ട ആപ്ലിക്കേഷൻ്റെ എല്ലാ കാര്യങ്ങളും അവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോടും ഷെയർ ചെയ്ത് കൊടുത്തരെ. പിന്നെ ആദ്യമായിട്ടാണ് പേജ് കാണുന്നത് ഫോളോ ചെയ്യരെ. താങ്ക് യു.